സൂര്യകാന്തേ സൂര്യകാന്തേ സ്വപ്നം കാണുവതാരേ പ്രേമപൂജാ പുഷ്പവുമായി നീ തേടുവതാരേ ആരേ തേടുവതാരേ ആരേ വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ ദേവദാരുവിൻ തണലിലുറങ്ങും താപസകന്യകനീ ദേവദാരുവിൻ തണലിലുറങ്ങും താപസകന്യകനീ സൂര്യകാന്തേ സൂര്യകാന്തേ സ്വപ്നം കാണുവതാരേ ആരുടെ കനകമനോരഥമേറെ ആരുടെ രാഗപരാഗം തേടി ആരുടെ കനകമനോരഥമേറെ ആരുടെ രാഗപരാഗം തേടി നീലഗഗനവനവേദിയിൽ നിൽപ്പൂ നിഷ്പ്രഭനായി നിന്നാഥൻ നീലഗഗനവനവേദിയിൽ നിൽപ്പൂ നിഷ്പ്രഭനായി നിന്നാഥൻ സൂര്യകാന്തേ സൂര്യകാന്തേ സ്വപ്നം കാണുവതാരേ ആരേ സ്വപ്നം കാണുവതാരേ. ശിവനന്ദ ചേച്ചി സാരിയൊക്കെ ഉടുത്ത് പൂവൊക്കെ വെച്ച് സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, ചോദിക്കാം. ചേച്ചി ശരത് സർ. ശിവനന്ദ സാർ ഉഗ്രൻ സെലക്ഷനടാ. താങ്ക് യു സാർ. എന്തൊരു പാട്ടാണിത്, എൻ്റെ ദൈവമേ. അതിന്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞേ. കാട്ടുതുളസി എന്ന ചിത്രത്തില് വയലാർ രാമവർമ്മ സാർ എഴുതി ബാബുരാജ് സാർ സംഗീതം നൽകി എസ് ജാനകി അമ്മ പാടിയിട്ടുള്ള സോങ്ങാണ്. വർഷം 1965. എന്റെ ദൈവമേ, 65. ശ്വാസമില്ലേ? ശ്വാസം കുറവാ. ഈ അത് ആദ്യത്തെ ആലാപം തന്നെ കുറച്ച് ആ സസ്റ്റെയിൻ ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ ഒരു സുഖമുള്ളൂ. അതെ അതെ. പാടി അങ്ങ് തീർത്തു, എന്നിട്ട് നിൽക്കുന്നില്ല. അവസാനമായപ്പോ ശരിയാക്കൂ. ശരിയാക്കാം സാർ. പിന്നെ സൂര്യകാന്തി കാന്തി കാന്തേ കാന്തേ എന്നാ കേൾക്കുന്നത്. സൂര്യകാന്തി സൂര്യകാന്തി. ആ, അത് കാന്തേ കാന്തേ എന്നാ കേൾക്കുന്നത്. അതൊന്ന് നോക്ക, മൂക്കടപ്പ് കൊണ്ടാണോ? ആയിരിക്കണം. ഇനിയിപ്പോ അത് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആയി. അല്ല. പിന്നെ തേടുവതാരെ, അത് കുറച്ചും കൂടെ. പ്രേമ പൂജാ പുഷ്പവുമായി നീ തേടുവതാ. പിന്നെ വെയിലറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ, അതോ എങ്ങനെ പാടി നിർത്തുന്നത്? വർഷങ്ങൾ പോകുവതറിയാതെ അറിയാതെ വർഷം തൊട്ട് പിടിക്കണ്ട, അത് താഴെ പിടി.
അറിയാതെ അവിടെ തൊട്ട് പാടും. അറിയാതെ ആ ഒരു ഐറ്റം വേണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അത് മനസ്സിലാകത്തില്ല, പക്ഷെ അത് ഇമോട്ട് ചെയ്യും. ഗുഡ്. തണലിൽ ഉറങ്ങും ദേവദാരുവിൻ തണലിൽ ഉറങ്ങും. അടുത്തത് നീ തണലിലു. ആ ഒരു ഇങ്ങോട്ട് വരുന്നതിനൊരു സുഖം വരട്ടെ. അത് ഈ പാടി നിർത്തുന്നത് എങ്ങനെയാണ്? സ്വപ്നം കാണുവതാരേ ആരേ സ്വപ്നം ആരെയൊക്കെ ഒന്ന് നന്നായിട്ട് അതാണ് ആരെ ആരെ അത് ഒന്ന് നോട്ട് കറക്റ്റ് ആക്കൂ. ആരേ ആരേ സ്വപ്നം കാണുവതാരേ. ആഹാ ആഹാ നല്ല സുഖമുണ്ട് കേട്ടോ. അത് നീലഗഗന വനവിഹിതിയിൽ നിൽപ്പു. ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അത് കറക്റ്റായിട്ടൊന്ന് പാടി ഫിനിഷ് ചെയ്തതാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ചേച്ചി ശിവനന്ദ സുന്ദരിയായിട്ടുണ്ട് കാണാൻ. ഒരു സൂര്യകാന്തി പൂ പോലെ ഇരിക്കുന്നു. സൺഫ്ലവർ ബ്യൂട്ടിഫുൾ. ആഹാഹാ, എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. മോള് നന്നായി പാടി. ഈ ഒരു പ്രോബ്ലം, ശ്വാസം തടസ്സം എല്ലായിടത്തും ഫീൽ ചെയ്യാമായിരുന്നു. അത് ആ ശ്വാസം കൊണ്ട് ഒപ്പിക്കാനുള്ളൊരു ബദ്ധപ്പാട് തോന്നി ത്രൂ ഔട്ട്. അവിടെ ഇവിടെയൊക്കെ നല്ല പോലെ സംഗതികൾ വരുന്നുണ്ട്. അത് ആ സംഗതികൾ കുറച്ചുകൂടി ഒന്ന് ഇരുത്തം വരണം എന്നെനിക്ക് തോന്നി. കാരണം കുറച്ചൊരു വെപ്രാളം, ഒരു റഷ്, ഒരു പടപടപടേന്ന് പോന്നു. അതിന് ഒരു ഇരുത്തം വന്നു കഴിഞ്ഞാൽ അത് കേൾക്കാൻ കുറച്ചുകൂടെ സുഖമുണ്ടാവും. നമുക്ക് പാടാനും നല്ല സുഖമുണ്ടാവും. കാരണം ഇപ്പം അത് തൊണ്ടയിൽ വരുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യണം, അത് എത്രയും പെട്ടെന്ന് വരണം എന്നുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. പക്ഷെ ഇത് നിറയെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ അറിയാതെ ആ സംഗതികൾ വരും. അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട്. അത്രയും നിഷ്കളങ്കമായ ഒരു രീതിയിലാണ് ജാനകിയമ്മ പാടിയിരിക്കുന്നത്. ഇത് ബ്യൂട്ടിഫുൾ ആണ് പാട്ട്. അത് ഒട്ടുമിക്ക ഭാഗങ്ങളും മോള് മനോഹരമായിട്ട് തന്നെയാണ് പാടിയത്. എനിക്ക് ഈ ശ്വാസത്തിന്റെ പ്രശ്നമാണ് തോന്നിയത്. തുടക്കം മുതൽ അവസാനം വരെ ഈ സംഗതികൾ ഫിനിഷ് ആവുന്നില്ല, എല്ലായിടത്തും മുറിഞ്ഞു പോന്നു. നല്ലൊരു ശബ്ദമാണ് ദൈവം തന്നത്. കളയാണ്ട് പ്രാക്ടീസ് ചെയ്യുക, പാടുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഷാനിക. ശിവനന്ദ സർ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്തേലും പറയുന്നില്ല. എനക്കെന്താ പറയാനുള്ളേ? ഹായ് പറയാനാണോ? അല്ല, ഈ ട്രിബ്യൂട്ട് റൗണ്ടിലെ ദക്ഷിണാമൂർത്തി സ്വാമിയായിരുന്നു എന്നെ ഹരിശ്രീ കുറിച്ചത്. ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എന്താ പിന്നെ അതൊന്നും എടുക്കാഞ്ഞ പാട്ട് മാഷിന്റെ? അല്ല, അപ്പഴത്തേക്ക് ഞാൻ ഈ സോങ് സെലക്ട് ചെയ്തായിരുന്നു. ഓ ആണോ? അതുകൊണ്ട് ബാബുരാജ് സാറിന്റെ സോങ് എടുത്തു. രണ്ട് ലെജൻഡ്സ് നമുക്ക് അതിൽ നമുക്കിപ്പം വേറെ തർക്കമോ കാര്യങ്ങളൊന്നുമില്ല. ശിവനന്ദ സർ നല്ല ഒരു പാട്ടുകാരിയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പല പ്ലാൻസും മണി പോലെ വരുന്നുണ്ട് ശിവനന്ദയുടെ തൊണ്ടയിൽ. പക്ഷേ അതിന് ഇപ്പം ശരത്തേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം കറക്റ്റ് ചെയ്ത് പാടാൻ പറയുമ്പോൾ അതൊക്കെ ഒരുവിധം എല്ലാം കറക്റ്റ് ചെയ്ത് പാടുന്നുമുണ്ട്. അപ്പം യു ആർ എ വെരി ഗുഡ് സിംഗർ. എനിക്കിപ്പോൾ മഞ്ജരി പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, റഷ്. പല പ്ലാൻസിലും ഭയങ്കര ഓട്ടം ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ടാണ് പല പ്ലാൻസും പോകുന്നത്. അപ്പോൾ എനിക്കൊന്ന് അതൊരു ആ ഒരു സോങ്ങിൻ്റെ സോൾ എന്ന് പറയുന്നത്, ഇപ്പം സൂര്യകാന്തി എന്ന് പറഞ്ഞ പാട്ട് എന്ന് പറയുന്നത് അതൊരു പ്ലാൻസ് ഉണ്ടെങ്കിലും അതൊരു പ്ലാൻ ബേസ്ഡ് സോങ് അല്ല, അതൊരു ഫീൽ ബേസ്ഡ് സോങ് ആണ്. അപ്പോൾ കുറച്ചുകൂടെ ആ ഒരു സോൾ അല്ലെങ്കിൽ ആ ഒരു ഫീലിന് കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാം ആയിരുന്നു എന്ന് തോന്നി. അല്ലെങ്കിൽ കീബോർഡിൽ വായിക്കുന്ന പോലെ നമ്മൾ ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ആവില്ല. അത്രേ ഉള്ളൂ. നമ്മുടെ അപ്രോച്ച് ആംഗിൾ നമ്മൾ മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറച്ച് ടെക്നിക്കലി അപ്രോച്ച് ചെയ്തോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇന്ന നോട്ട് ഈ പാട്ടിൻ്റെ ഒരു സോൾ മനസ്സിലാക്കിയിട്ടായിരുന്നു ഇത്
അപ്രോച്ച് ചെയ്തതെങ്കിൽ വേറൊരു സംഭവം ഉണ്ടായേനെ. ഇപ്പം പാട്ടുകാരി അടിപൊളി പാട്ടുകാരി, ഇപ്പം ശരത്തേട്ടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പടപടയെന്നും പറഞ്ഞിട്ട് ഗ്രാസ്പ് ചെയ്തിട്ട് പാടുന്നുണ്ട്. യു ആർ എ വെരി ഗുഡ് സിംഗർ, അതിൽ സംശയമൊന്നുമില്ല. ഈ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ 8.6 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക 8.6. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി ശിവനന്ദയ്ക്കുള്ള മാർക്സ് ദാ ഗാനക്കൂടത്തിലേക്ക് ഞാൻ ഇടുന്നു. ഓക്കെ, സോ Thank you, ടോട്ടൽ ma'am. 17.2. താങ്ക് യു.